ഹലോ ഹലോ അണ്ണാ പറയണ എടാ ഉണ്ണിക്കുട്ടൻ ചേച്ചിന്റെ ട്രീറ്റ് ഇല്ലേ? വിഷമത്തിലാണ് തോറ്റ്. എടാ ആര്? ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ തോറ്റോ? തോറ്റ് മാത്സിന് തോറ്റ്. നീ വൈകുന്നേരം വിളിച്ചിട്ട് അങ്ങനല്ലോടാ എൻ്റെ അടുത്ത് പറഞ്ഞത്. അച്ഛൻ ഫ്ലെക്സ് അടിക്കാൻ പോയി. ബന്ധുക്കാരെയും കുടുംബക്കാരെ വിളിച്ചിട്ട് തോറ്റെന്ന് എങ്ങനെയാണ പറയുന്നത്? കള്ളാണോ നീ? നീ എന്തൊരു കള്ളനാടാ നീ. അച്ഛനാണ്. അച്ഛൻ ആ വിഷമത്തിൽ ബാറി കയറി ഇതുവരെ വന്നിട്ടില്ല വീട്ടില്. എന്തൊരു കള്ളനാടാ കണ്ണാപ്പി നീ. അച്ഛൻ ഇനി വീട്ടിലോട്ട് വരുന്നില്ലെന്നാണ് പറഞ്ഞത്. ആടാ വരണ്ട 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 വരണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഇത് സഹതാപത്തിന്റെ പേരിൽ പുതിയതെന്തോ മറ്റേ അനിയന് 10ാം ക്ലാസ് ഒന്നുകൂടെ എഴുതണം, ഇത്ര രൂപ വേണം, എല്ലാരും സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് പുതിയ എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളതാ. നിന്റെ കൂട്ട് കഴിയില്ലാത്തവനല്ലെന്ന് എന്തായാലും എനിക്കറിയാം. അവൻ പഠിച്ച് പാസ്സായവൻ. അണ്ണാ എനിക്ക് ഫീൽ ആയണ അത് മാത്രമാണ്. ഞാനും അച്ഛനും അടിയായണ ഇവിടെ വീട്ടില്. എന്തിന്? അത് ആലോചിക്കണം അണ്ണാ. അവൻ 85% ഉണ്ട്. അച്ഛൻ വീടിന്റെ ഫ്രണ്ടിൽ ഫ്ലെക്സ് വെച്ച്. എനിക്ക് 60% മാർക്ക് കിട്ടിയപ്പോ ആരും ഫ്ലെക്സ് ഒന്നും വെച്ചില്ല. അത് 60% അല്ലേ ഉള്ളൂ. അച്ഛൻ നോക്കുമ്പോ ബെറ്റർ വെർഷൻ ഉണ്ടാക്കിയതിൽ ബെറ്റർ. അപ്പൊ പുള്ളിക്ക് അത് സന്തോഷമായി കാണും. അപ്പൊ പുള്ളി അതുകൊണ്ടാണ് വെക്കുന്നത്. അത് പിന്നെ 85% മാർക്ക് മേടിച്ചാൽ പിന്നെ അവന്റെ അടുത്ത് പിന്നെ 60% ഉള്ളത് നിനക്ക് വെക്കണം. പിന്നെ ഞാൻ വെച്ചത് ചൂടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. എന്തിന്? പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണമായിരുന്നടാ. ആ ചെറുക്കൻ പഠിച്ച് അവൻ മര്യാദയ്ക്ക് പഠിച്ച് മാർക്ക് മേടിച്ചോണ്ട് ഫ്ലെക്സ് വെച്ച്. നീ ഇങ്ങനെ മറ്റേ 10ാം ക്ലാസ് തൊട്ട് ഇപ്പൊ വരെ വീട്ടില് അമ്മയുടെ അടുത്ത് ഒരു ഇതാ അമ്മയുടെ മരുമോളെന്ന് പറഞ്ഞ ഒരു 15 പെണ്ണുങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്ത്. 10ാം ക്ലാസ് തൊട്ട് ഇന്ന് വരെ 10ാം ക്ലാസ് തൊട്ട് ഇന്ന് വരെ ഒരു 15 പെണ്ണുങ്ങളെ ഇതാ അമ്മയുടെ മരുമോൾ എന്ന് പറഞ്ഞിട്ട് ഒരു 15 വരെ പുള്ളിക്കാരി ഇപ്പൊ ട്രോമയായി. ഇത് എന്റെ അടുത്ത് പറഞ്ഞ ഇനി ഇവന് ഒരു പെണ്ണിനെ കൊണ്ട് ഈ വിറ്റത്ത് വന്നാ ഇവന്റെ തലയ്ക്ക് വഴിയോ ചൂടുവെള്ളം ഒഴിക്കുമെന്നാ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്. ഞാനാണ് അത് വീട്ടിലൊക്കെ നല്ല അറിയാലോ അണ്ണനെ. വീട്ടിലൊക്കെ നല്ല ഇമ്പ്രഷൻ അല്ലായിരുന്നു ആ കൊച്ചിലെ സമയത്ത്. നിന്റെ ഇമ്പ്രഷൻ ലൈവ് പറയട്ടെടാ നിന്റെ അമ്മേനോട് പറഞ്ഞ കാര്യം. ഞാനത് ഇനി ഒരു വർത്തത്തെ പറഞ്ഞ ഞാനത് പറയും ഗൈസ്. അത് ഞാൻ പറഞ്ഞ നിങ്ങൾ കണ്ണാപ്പി എന്ന് പറയുന്ന ക്യാരക്ടറെ വെറുക്കും. എനിക്ക് തന്നെ ഇവന്റെ മോന്ത അടിച്ച് പൊളിക്കാൻ തോന്നിയതാണ്. ഇവ കൊച്ചിലെ കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യം. കൊച്ചിലെന്ന് പറഞ്ഞാൽ +1 ആ സമയത്ത്. അയ്യോ എടാ കള്ള, നീ എന്നാണ് ടി വി കയറിയ കണ്ണാപ്പി? നിനക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് ടി വി കയറിയത്? 17 എന്ന് പറഞ്ഞാൽ നീ എന്തിനു പഠിക്കുമ്പോ? ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുമ്പോ. +2 കഴിഞ്ഞ് നിൽക്കുമ്പോഴല്ലേ ആ സമയത്ത്. +2 കഴിഞ്ഞ് നിൽക്കുമ്പോ 17 വയസ്സേ ഉള്ളൂ. കുഞ്ഞല്ലേ അണ്ണാ, ഞാൻ കുഞ്ഞ്. അയ്യോ ഇല്ല അത് ഞാൻ പറയത്തില്ല. അത് അവന്റെ അച്ഛനും അമ്മയും എന്റെ അടുത്ത് ഭയങ്കര എനിക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. പക്ഷെ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ്. അതായത് അങ്ങനെ ഉണ്ടായിരുന്ന ഇവൻ ഇങ്ങനെ ആയി മാറിയത് ടിവിക്കകത്ത് കയറിയതിന് ശേഷമാണെന്ന് എന്റെ കൂട്ടത്തിൽ ഒരാളുടെ അമ്മ വന്ന് എന്നോട് പറയുമ്പോ എനിക്കത് അച്ചീവ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. മനസ്സിലായോ? കാരണം അങ്ങനത്തെ ഒരു കുള്ളത്തര സ്വഭാവമുള്ള ഒരു പേരൻസിന്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് സ്നേഹവും ഇത് പറയണത് പോലെ ഒരു അറ്റാച്ച്മെന്റും സംസാരവും സ്നേഹവും ഒക്കെ കാണിച്ചു തുടങ്ങിയത് ടിവിക്കകത്ത് കയറിയതിന് ശേഷമാണെന്ന് അവന്റെ അമ്മ എന്നൊന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു വലിയ കാര്യമായിരുന്നു. പക്ഷെ അതിന് മുമ്പത്തെ കാര്യം എന്താ ഞാൻ പറയത്തില്ല. അതൊക്കെ കണ്ണാപ്പിയുടെ ചെറിയ പ്രായത്തിലെ കുസൃതികൾ. കുഞ്ഞു കുസൃതികൾ ചെറിയ കാര്യങ്ങളല്ലേ. അതെ ഹാരിസന്റെ ബ്രോ 2 മറ്റേ കിക്ക് പോയിന്റ് ആണോ? ഹാരിസന്റെ ബ്രോ അല്ല. I know you are on please become and there are some reminder gift pending ആണ്. ഹാരിസന്റെ ബ്രോ എന്തോ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ തന്നില്ലായിരുന്നതില്ല എന്റെ അങ്ങോട്ട് വന്നിട്ട് ഒന്ന് കൂടാന്ന് വെച്ചിട്ടാ. ഓക്കെ. അപ്പൊ ഗിഫ്റ്റ് എനിക്ക് മനസ്സിലായി എന്തുവാണെന്ന്. ഉണ്ണിക്കുട്ടൻ എന്താണ് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നത്? അത് ഞാൻ അവനോട് സംസാരിച്ചോളാം. ഫുൾ A+ മേടിച്ച ഐഫോൺ എന്ന് പറഞ്ഞ പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഫുൾ A+ ഇല്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഒരു റെഡ്മി നോട്ട് പ്രോ അല്ല മേടിച്ചു കൊടുക്കാം. ഇല്ല, ഞാൻ മേടിച്ചു കൊടുത്തണ്ണ. ഞാൻ സെക്കൻഡ് ഹാൻഡ് ഒരു നോക്കിയുടെ ഒരു ഫോൺ മേടിച്ചു. പൈസ നമ്മുടെ അത്ര പൈസ ഇല്ലല്ലോ. നിന്റെ എന്താണ് ഫോണുള്ളത്? 2 എണ്ണം. നമ്മുടെ കയ്യില് കുഞ്ഞു ഫോണല്ലേടാ. എന്റെ ഒരു റിയൽമിയുടെ ഒരു ഫോണായിരിക്കും. ഇതെന്താ? KVന്റെ കൊണ ഈ സെന്റ്. നെക്സ്റ്റ് കൊണ. വാട്ട് ഈസ് നെക്സ്റ്റ്? കണ്ടില്ലേ? ഞാൻ ഇത്ര ഞാൻ ശ്രദ്ധിച്ചു തൊടാം പെട്ടെന്ന്. ഞാനിത് ഒരുപാട് താഴെ പോയി. അത് കണ്ടില്ല. ഒരുപാട്. ഓക്കെ ബ്രോ. അന്നേരം നമുക്ക് നോക്കാം. ഇങ്ങനെ ഞാൻ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് കണ്ടിട്ടുള്ളത് KVL ഉള്ളപ്പോഴാണ്.
TV-യിൽ വന്നപ്പോഴൊന്നും അല്ല. TV-യിൽ വന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ പുള്ളിക്ക് ഞാൻ പറയാം മേ ബി ചിലപ്പം മെച്യൂരിറ്റി കിട്ടിയതായിരിക്കാം. TV-യിലുള്ള TV-യിലോട്ട് വന്നപ്പോഴത്തേക്കിന് പുള്ളിക്ക് മറ്റേ കുഞ്ഞൊക്കെ വളർന്ന് വലുതായി, മറ്റേ ഈ പറയണത് പോലെ കുറച്ച് ഇതായി, കുറച്ച് കാമായി ബ്രാവോ ഇവിടെ വന്നതിന് ശേഷം. പിന്നെ വന്നപ്പോഴത്തേക്കിനും സെർവർ ഡെവലപ്മെന്റ് സൈഡിലൊക്കെ ആക്റ്റീവായി പോകുന്നതുകൊണ്ട് ആ വാറിലൊന്നും അങ്ങനെ വരാത്തതുകൊണ്ട്. പക്ഷെ തിരിച്ച് അപ്പുറത്ത് നിന്ന് കണ്ടപ്പം എനിക്ക് KVA ബ്രാവോ ഈസ് സംതിങ് ഡിഫറെന്റ്. ഇപ്പൊ പൂക്കിയാണ്. കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇല്ലല്ല, നീ അത്രയൊക്കെ ചിന്തിക്കണ്ട, നിനക്ക് പെണ്ണ് കിട്ടത്തില്ല, പിന്നല്ലേ കുഞ്ഞ്. ടർഫ് കഴിഞ്ഞു. ടർഫ് ഇന്നല്ല ബ്രോ, ടർഫ് മാറ്റി വെച്ചേക്കുക. ടർഫ് സൺഡേ ആ നമ്മുടെ. ഇന്ന് എന്തിനാഴ്ചയാടാ? ഇന്ന് ബുധനാഴ്ച. വെള്ളി 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 ഇല്ല, വെള്ളി നാളെയാ. പോടാ, നാളെ ശനിയാഴ്ച. എടാ അവനെ തർക്കിച്ചു കൊടുത്തടാ. അല്ല ചിലപ്പോ അവൻ ഭൂമി പിടിച്ച് ഇപ്പുറത്തോട് തിരിക്കുവാൻ ഈ തർക്കം ജയിക്കാൻ. അങ്ങനൊക്കെ ചെയ്തു കളയാൻ ഉണ്ടാച്ചി. ചില നാട്ടിലൊക്കെ ഇന്നാണ് വെള്ളി ശരിക്കും. ആണല്ലേ? ചില നാട്ടില് ഐസ്ലാൻഡ് അങ്ങനെയുള്ള നാട്ടിലൊക്കെ, ഓസ്ട്രേലിയയിലൊക്കെ ഇന്നാണ് വെള്ളി. നീ അതിന് കായംകുളം വിട്ടെങ്ങും പോയിട്ടില്ലല്ലോ, പിന്നെ നിനക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയാം. ഞാൻ ഇന്ത്യ വിട്ടൊക്കെ പോയിട്ടുള്ളതല്ലേ. ഇന്ത്യ വിട്ട് എവിടെ പോയിട്ടുണ്ട് നീ? മസ്കറ്റിൽ എപ്പം? കൈക്കുഞ്ഞായിരുന്ന സമയത്ത്? കൈക്കുഞ്ഞായിരുന്നപ്പോ അല്ല, 3 വയസ്സുള്ളപ്പോ. അടിപൊളി. ഇത് പറഞ്ഞപ്പോഴാണ് കേട്ടാ ഞാൻ വേറൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്കത് അഡ്രസ്സ് ചെയ്യണം എന്നുണ്ടായി. അതുകൊണ്ട് ഞാൻ അത് ഇനിയിപ്പോൾ തുറന്ന് പറയാം. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാവേ. ഈ വരയ്ക്കാൻ അറിയാത്തവർക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ ഈ ആപ്പ് പൈസ കൊടുത്ത് മേടിച്ച് AR ഡ്രോയിങ്. എന്നിട്ട് ഈ ആപ്പ് ഞാന് ഈ പറയണത് പോലെ കാശ് കൊടുത്ത് മേടിച്ച് 1200 രൂപ എന്തോ ആണ്. അതായത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ, ഒരു മാസത്തേക്ക് 1000 രൂപ എന്തോ ഉണ്ട് ഇതിന്. എന്നിട്ട് ഞാനിത് വെച്ചിട്ട് ഇതിനകത്ത് എന്താ എങ്ങനെയാന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ എന്താ ഈ ഇമേജ് തന്നെ എടുക്കാം. ചൂസ് എ സ്റ്റൈൽ ഡ്രോയിങ്, കണ്ടിന്യൂ, ടേണിങ് യുവർ ഫോട്ടോ ഇൻടു ആർട്ട്. ഒരു സെക്കൻഡ്, ഞാൻ ഒരു സെക്കൻഡ് കഴിച്ചത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ കണ്ടിന്യൂ ഇഷ്യൂ പ്ലീസ് ട്രൈ അഗെയിൻ. ആപ്പും പോയി, വർക്ക് ആവുന്നില്ല. അടുത്ത മാസത്തെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക ഇല്ല. ബാക്ക് ഞാൻ അല്ല അതല്ലാതെ കാണിച്ചു തരാം നിങ്ങളെ. ഞാൻ ഇപ്പൊ എക്സാമ്പിള് എനിക്കിതാ ഈ കണ്ണ് വരയ്ക്കണം. അപ്പൊ ഇത് കണ്ട, ഇതിനകത്തൊരു കണ്ണുണ്ട്, സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കണ്ട ഒരു കണ്ണുണ്ട്. ഇത് എങ്ങനെയാ വർക്ക് ആവുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു സ്റ്റാൻഡ് എടുത്തിട്ട് ആ സ്റ്റാൻഡിന്റെ മണ്ടയ്ക്ക് ഇത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് കറക്റ്റ് ആ പേപ്പറിന്റെ അലൈൻമെന്റിൽ ഇതിങ്ങനെ കൈവച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒപ്പാസിറ്റി കൂട്ടണം. എന്നിട്ട് അതിനകത്തോടെ നോക്കി വരയ്ക്കണം. അത്രയും മാത്രം ചെയ്താൽ മതി. അതാണ് അങ്ങനെയാണ് ഈ ആപ്പ് വർക്ക് ആവുന്നത്. ഞാനിത് എടുത്തിട്ട് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ എടുത്തതാണ്. അങ്ങനെ ഞാനിതെടുത്ത് വരച്ച് മറ്റേ നറൂട്ടോയോ ആരെയോ ഒരാളെ വരച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് ആ ഫോണിന്റെ മണ്ടേ കൂടെ കാണുമ്പോ കറക്റ്റ് നറൂട്ടോ. പക്ഷെ ഫോൺ മാറ്റി കഴിഞ്ഞാൽ വേറെ ഏതോ അച്ചി. അത് ഫോണിന്റെ മണ്ടേ കൂടെ നോക്കുമ്പോ മാത്രമേ നറൂട്ടോ ഉള്ളൂ. അല്ലാതെ എനിക്ക് വരയ്ക്കാൻ അറിയാത്ത ഈ ആപ്പ് ഫ്രീ ഉണ്ട്. എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. ഞാനിത് കാശ് കൊടുത്ത് മേടിച്ചു പോയി അറിയാതെ. ഞാനോർത്ത് ഇതൊക്കെ പെയ്ഡ് സാധനമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. വരയ്ക്കുന്നതിന് കുറച്ചേരം നമ്മൾ കൊച്ചിലെ വരച്ച എക്സ്പീരിയൻസ് ആണ്. എനിക്കൊക്കെ അതുണ്ട്. നീ എന്ത് വരച്ചിട്ടുണ്ട് കേക്കട്ടെ? ജാക്കി ചാൻ. ജാക്കി ചാൻ അധികം കാണിക്കത്തില്ല. എന്നോട് പറയരുത് അത് കാണിക്കാനേ. കാണിക്കത്തില്ല. അതെന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അത് ഫ്രീ ആപ്പാണ്. ഇത് ഫ്രീ ആപ്പ് അല്ലടാ. ഞാനിപ്പോ കാണിച്ചത് ഫ്രീ ആപ്പ് അല്ല, അത് പെയ്ഡ് ആണ് ആപ്പ്. അത് ഞാൻ കാണിച്ചത് അത് സബ്സ്ക്രിപ്ഷനിൽ ഐഫോണില് ക്രാക്കാ. ഐഫോണിലല്ല, ആൻഡ്രോയിഡിൽ. എടാ ഇത് ഞാൻ കണ്ടായിരുന്നു ഗൈസ്. ഇതിനെ പറ്റി അറിയോ നിങ്ങക്ക്? ഇത് കണ്ടായിരുന്നോ? എടാ ഇതിന്റെ URL ഉണ്ടോ ആരെങ്കിലും കയ്യില്? അതിന്റെ URL എനിക്കൊന്ന് അയച്ചുതരാം. ഞാൻ ഇവരെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഗൈസ് ഈ ഒരു വെബ്സൈറ്റ് കണ്ടോ നിങ്ങള്? ഇപ്പൊ ഈ ഒരു വെബ്സൈറ്റിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ വെബ്സൈറ്റ് ചുമ്മാ കയറി നോക്കിയാൽ മതി. TV-യിലും KVA-യിലും ആരൊക്കെ ലൈവ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആരൊക്കെ ലൈവ് ഉണ്ട്, എവിടൊക്കെ ലൈവ് ഉണ്ട്. യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ, കിക്കിലാണെങ്കിൽ കിക്കിൽ ആരൊക്കെ ലൈവ് ഉണ്ടെന്ന് നിങ്ങൾക്ക് വെറുതെ ചുമ്മാ ക്ലിക്ക് ചെയ്ത് ഇതാക്കാം. ആപ്പായിട്ടൊന്നും ഇൻസ്റ്റാൾ ചെയ്യണ്ട. ഇത് ആര് ഡെവലപ്പ് ചെയ്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ആരാടാ ചെയ്തത്? അതുവല്ലോ അറിയോ? ഹലോ, നമുക്ക് അറിയാവുന്നൊരു പയ്യനാണ്.
കണ്ണാപ്പി നീ ഒന്ന് ലിങ്ക് ഒന്ന് അയച്ചു ഒന്ന് ഇത് അയച്ചിട്ടുണ്ടോ DM-ല് മെസ്സേജ് ഇതേ കഴിച്ച് ഇത് കണ്ട ഇപ്പൊ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മേളിൽ കിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിക്കിൽ ആരൊക്കെ സ്ട്രീം ഉണ്ട് എന്നുള്ളത് കണ്ട ഞാൻ ഓഫ്ലൈൻ ആണെന്ന് കൊള്ളാം A ക്ലാസ് സെർവറിന്റെ പേയ്മെന്റ് കൊടുത്തില്ല കേട്ടാ, ഡൗൺ ആയി. ഹോസ്റ്റ് പേയ്മെന്റ് കൊടുത്തില്ല പയ്യൻ. ഞാൻ പിന്നെ ലൈവ് ഇട്ടിരിക്കണ പൂജ അതിലേക്ക് ഒരു പ്രൊമോഷൻ റീഫ്രഷ് ചെയ്യണ്ട, റീഫ്രഷ് ചെയ്തോണ്ട, റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് അപ്പോഴില്ല, അപ്പോഴില്ല. തേർഡ് പാർട്ടി എന്തോ കൊണ്ടുപോട്ടെ. കൊണ്ടുപോയി. അല്ല ഇത് വർക്കിംഗ് ആയിരുന്നു guys. എന്തോ എനിക്ക് ഇന്നലെ വരെ വർക്കിംഗ് ആയിരുന്നു. ഇതുണ്ട് ഇതിപ്പോ ഞാൻ കിക്കാ സെലക്ട് ചെയ്തേക്കുന്നത്. സെയിം സൈഡിൽ ഞാൻ യൂട്യൂബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ ആരൊക്കെ ലൈവ് ഉണ്ടെന്നുള്ളതും കാണിക്കും. പക്ഷെ ഇപ്പൊ ഒന്നും കാണിക്കുന്നില്ല, സെർവർ അടിച്ചുപോയി. LX ലൈവ് ഉണ്ടെന്ന് ക്ലിക്ക് ചെയ്താൽ LXന്റെ ലൈവിലോട്ട് പോകും. ഇവനാണ് കറണ്ട് പോയിരിക്കുക, കറണ്ട് പോയതാ ഇവന്റെ. ഞാൻ കത്തിച്ച് വെച്ചേക്കുക ആണല്ലേ, ഫുഡ് കഴിക്കാം. ഇത് വേണ്ടിട്ട് ഉണ്ടാക്കിയതാ. പിന്നെ അഡ്മിൻസിന്റെ ഉണ്ട്. അത് കണ്ടായിരുന്നു ഇവിടെ കണ്ടോ. നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ വന്നാൽ ഇതെടുത്ത് നോക്കിയാൽ മതി ആരൊക്കെ ലൈവ് ഉണ്ടാവുമെന്ന്. കണ്ടാ അഡ്മിന്റെ ലൈവ് ആണ്. അഡ്മിൻ അതേഴ്സ് ആരൊക്കെയാ? സൂര്യബോസ് ഒക്കെ ഉണ്ട്. സൂര്യബോസ്, അലീന, എലി, സരക്കണ്ണൻ, രഘുല്, ഇവരുടെ 4 പേരുടെ ഉണ്ട്. അഡ്മിൻസ് എല്ലാവരും ഉണ്ട് കൈസ്, എല്ലാവരും. ഇത് എനിക്ക് മര്യാദ വർക്കായ അടിപൊളിയായത്. കിക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോ ഞാൻ ഇപ്പോഴും ഓഫ്ലൈനാ, പരുന്തുവാസം ഒന്നും ഇല്ല. ഞാൻ സർപ്രൈസ് ബ്രോ. കുറിപ്പ് കണ്ടോണ്ണ? കുറുപ്പാ? കറുപ്പല്ലേ? കറുപ്പെന്നാടാ. ചുമ്മാ തർക്കിക്കല്ലേ സ്കൈയെ. ഞാൻ ഇന്നോടെ പടം പോയി കണ്ടു വന്നതേ ഉള്ളു. പടം കണ്ടു വരുന്ന വഴിയാണേ. കറുപ്പെന്നാണെന്ന് കുറിപ്പ് സമ്മതിച്ചു കൊടുത്തായിരുന്നു. കറുപ്പാണ്. ഞാൻ കണ്ടില്ല guys, ഞാൻ കണ്ടില്ല. ഞാൻ ദൃശ്യം ഫസ്റ്റ് ഡേ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ദൃശ്യം 3 പോയി കാണാം. ഇല്ല നാട്ടില് ഞാന് അവളെ വിനീത് സോനായിട്ട് പോയി കാണണം. നമ്മള് മറ്റേ വീഡിയോ എടുക്കാൻ വരുന്നുണ്ട് കേട്ടോ. നാളെ എത്തും. എവിടെ എത്തും? അല്ല നീ എത്തുമെന്നൊക്കെ പറയാം. നിന്റെ സൗകര്യത്തിന് ഞാൻ ഇവിടെ നിൽക്കാടാ. നിന്റെ സൗകര്യത്തിന് പനിയായിട്ടല്ലേ ഒരു PS എടുത്തെന്ന് പറഞ്ഞ് ഞാൻ ഇനി ഡൈ അടിച്ചിട്ട് ഇവന്റെ ഇവിടെ മറ്റേ വെല്ലച്ചനായിട്ട് അഭിനയിക്കണോന്ന് ഞാനിപ്പോ. അതിന്റെ സ്ക്രിപ്റ്റില് ചെറിയൊരു മാറ്റം ഉണ്ട്. എന്താ സ്ക്രിപ്റ്റിലെ മാറ്റം എന്ന് പറഞ്ഞേ? അതെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റില് തിരിച്ച് മാസം അടിച്ച് ഞാനും പോകാൻ വരത്തില്ലേ. അപ്പൊ അണ്ണനപ്പോഴത്തേക്ക് പ്രായമായ ക്യാരക്ടറല്ലേ നമ്മൾ കൊച്ചിലെ അഭിനയിക്കുന്നത്. അപ്പൊ നമ്മള് തിരിച്ച് വലുതായി വരുമ്പോഴത്തേക്ക് അണ്ണൻ തീരും. ഒരു ഫോട്ടോ അപ്പം അപ്പൊ അണ്ണന്റെ മോനായിട്ടപ്പോഴേക്ക് നമ്മുടെ ഷിഫ്റ്റുവിന് ഒന്ന് വേണ്ടി വരും. മാലയിട്ടൊരു ഫോട്ടോ ഷൗട്ടെക്സ് വെച്ച് ചെയ്യാന്ന് പറഞ്ഞ് അവനെ റെഡി ആക്കിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എന്താന്ന് പറയട്ടെ? സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ലിങ്ക് നിങ്ങൾക്ക് തന്നില്ലല്ലേ? ഓക്കെ വെയിറ്റ്, ഒരു മിനിറ്റ്. ഇല്ല, ഇവന്റെ ഇതിന്റെ സ്ക്രിപ്റ്റ് പറയാം. അതായത് PS5 കളിച്ചോണ്ടിരിക്കുന്നു നമ്മള്. ദേവൂട്ടൻ PS5 കളിച്ചോണ്ടിരിക്കുമ്പോ 2 അച്ചിപ്പട്ടികൾ കയറി വരുമോ എന്റെ വീട്ടിലോട്ട്. 2 അച്ചിപ്പട്ടികൾ. അങ്ങനല്ല, എന്നാ പറ. ഞാൻ പറയണ ദേവൂട്ടൻ എന്റെ ചെറുപ്പകാലമാണ് ദേവൂട്ടനെ കാണിക്കുന്നത്. അപ്പൊ ദേവൂട്ടൻ ആദ്യം വന്ന് അണ്ണന്റെ കഥവിൽ കിട്ടും. അണ്ണൻ അന്ന് നാട്ടിലെ വലിയ പ്രമാണി, അണ്ണന് മാത്രമേ ഉള്ളൂ PS5. ദേവൂട്ടൻ വന്ന് കഥവിൽ കിട്ടുന്ന ഷോട്ട് എന്നിട്ട് ആദ്യം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. അപ്പൊ ചേച്ചി ആയിരിക്കും കയറി ഇതാക്കിക്കോളാനൊക്കെ പറയുന്നത്, കളിച്ചോളാനൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞ് അണ്ണൻ വരുന്ന ഇവിടുത്തെ കറണ്ട് ബില്ലൊക്കെ കൂടും, ഇറങ്ങി പൊക്കോടാന്ന് ദേവൂട്ടന്റെ മുഖത്തൊക്കെ അണ്ണൻ പറയുന്നത്. ദേവൂട്ടൻ നടന്നു പോകുന്നൊരു ഷോട്ട് എടുക്കും. അത് വെച്ച് ഇങ്ങനെ വിഷമിച്ച് പോകുന്ന പോലെ ആക്കും നമ്മള്. എന്നിട്ട് ഇറങ്ങി പോകുന്ന പോലെ ആക്കും. എന്നിട്ട് 2 ഇവിടുത്തെ കറണ്ട് ബില്ല് കൂടും, ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞ് ദേവൂട്ടനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്. എന്നിട്ട് ദേവൂട്ടൻ വളർന്നു വലുതായി തിരിച്ചു വരുന്നു ഞാനും ബോബോയായിട്ട്. ദേവൂട്ടൻ 2 പേരായിട്ട് വളർന്നു വരുമോ? കൂടെ അടുത്ത് നമ്മുടെ വില്ലയുടെ അടുത്ത് കൊച്ചുവല്ലോണ്ട് വേറെ ഒരാളൂടെ വേണമല്ലേ? വില്ലയുടെ അടുത്ത് വേറെ കൊച്ചുങ്ങളൊന്നും ഇല്ലടാ. നമുക്ക് റെഡിയാക്കാം. അല്ലെ വരുന്ന വഴി നമുക്ക് ആരെങ്കിലും റെഡിയാക്കിട്ട് വരാം. 2 പിള്ളേരെ ഇറക്കി വിടുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ച് വളർന്നു വലുതായി തിരിച്ച് അണ്ണന്റെ തോളത്തിങ്ങനെ തട്ടി ഒരു മാസം അടിക്കാനാണ് പ്ലാൻ. തിരിച്ചു വന്നിട്ട് 2 PS5 ആയിട്ട് വന്നിട്ട് എന്നെ തട്ടിയെടുത്ത് എന്റെ അടുത്ത് മാസം അടിക്കും. അണ്ണന്റെ അടുത്ത് 2 കൊണ പറയുന്നു, ഇറങ്ങി പോകുന്നു. വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഞാൻ ഡൈ ഒക്കെ അടിച്ചു വന്നിരിക്കാം. 100 CR പടം.
നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്തേടാ സിനിമ നടൻ. ഒരുപാട് താഴെ ഉണ്ട്. ബ്രാവോടെ കുഞ്ഞിനെ കൊണ്ടുവരാം വേണമെങ്കിൽ. ആ അതുകൊള്ളു അപ്പാപ്പനെ പറ്റി പൊക്കിക്കൊണ്ട് വരാം കേട്ടാ. എടാ ഞാൻ പറഞ്ഞിട്ടേ എന്റെ റോൾ അപ്പാപ്പനാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കറക്റ്റ് ആയിട്ട് ചെയ്തോളും. ഇപ്പം അണ്ണ ഒരു ക്യാബിയ വേണമല്ലോ അണ്ണന്. അതൊരു ഓ പ്രമാണി. വിൽക്കണമല്ലോ പറഞ്ഞ പോലെ. എന്നെ വിറ്റാലല്ല അതിന് കുറച്ചുകൂടെ ആൾക്കാർ കാണുള്ളൂ. അത് വിൽക്കണം.